ഹലോ, ഇത് ഗണപതിപ്പുലി ഡേ 3 തന്നെയാണ്. അപ്പോൾ നമ്മൾ കയാക്കിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ റിവർ സൈഡിൽ ഇരിക്കുകയായിരുന്നു. സോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. അധികം വെയിലൊന്നുമില്ല ഇവിടെ, നല്ല തണലുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മരത്തിൽ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല വിഷ്വൽസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. സോ നല്ല കാറ്റും ഉണ്ട് അത്യാവശ്യം. അപ്പം നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. സോ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ മറ്റേ മാംഗ്രൂവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇത് മണ്ണൊലിച്ചിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ബേസിൻ്റെ ഇങ്ങനെ ഓളം തള്ളുന്നത് കാണാനും അതൊക്കെ നമുക്കിങ്ങനെ കുറേ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് ഇവിടെ ചെയ്യാനുണ്ട്. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ റിവർ സൈഡിലും ബീച്ച് സൈഡിലും വാട്ടർ ബോഡീസിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കാൻ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നാട്ടിലാകുമ്പോഴും ഇങ്ങനെ പുഴയുടെ സൈഡിലും ഒക്കെ ഇങ്ങനെ പോയിരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല രസമല്ലേ, ഇങ്ങനെ ഭയങ്കര കാമിങ് ആയിരിക്കും. വിഷ്വൽസൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇത് ക്ലിയർ വാട്ടർ കേട്ടോ, അധികം ആഴമില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ക്രീക്കാണോ പുഴയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതിനത്ര ആഴമൊന്നും കാണുന്നില്ല, തോന്നുന്നില്ല. നമുക്കിങ്ങനെ അതിൻ്റെ ക്ലിയർ വാട്ടറായിട്ട് ഇങ്ങനെ ഇതിൻ്റെ വെള്ളത്തിനടിയിലൂടെ ഇങ്ങനെ നമുക്ക് താഴെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിളാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ശംഖ് പോലെയുള്ള എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രാണിയാണ്, ഒരു ജീവിയാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടോ ഇതിനെ കാണുന്നത്. നല്ല കാറ്റൊക്കെ കണ്ട് അവിടെ കുറേ നേരെ ഇരുന്നു. അപ്പം ഒരു ഡോഗ് ഫാമിലി വന്നു കേട്ടോ, ഒരു അമ്മയും 2 കുട്ടികളും. നായയുടെ അവർ വന്നിട്ട് അവിടെ വെള്ളത്തിൽ കുറച്ച് നേരം, ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു, വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് കമ്പനി ആയിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ. അവരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇത്. അപ്പം അവർ ആരാ അത് കയ്യേറിയിരിക്കണേ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ അവരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആയിട്ടോ. പിന്നെ ഞാനത് വലിയ മൈൻഡായില്ല. ഞാൻ അവിടെ തന്നെ, അവർക്കൊരു ദ്രോഹവും ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവരെന്നെ ഒന്നും ചെയ്തൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ വാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ഞാൻ വീണ്ടും ആ വിഷ്വൽസൊക്കെ കുറേ നേരം എൻജോയ് ചെയ്ത് ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സീ ബാത്തിൽ പോവാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തേക്ക് ബൈ, ടാറ്റാ, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.